ജിജൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നതാണ്. ഒരു 1/2 കിലോ ചെമ്മീനാണത്. ഇത് പറയുന്നത് കുരുമുളകും വേപ്പിലയും കൂട്ടി അരച്ച് വയ്ക്കുന്ന ഒരു കറിയാണ്. ഇതിന് ഞങ്ങൾ അവിടെ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പില റോസ്റ്റ് എന്നാണ് പറയുക. വേപ്പിലയാണ് കൂടുതൽ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് എല്ലാം കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. കണ്ട ഈ വലിപ്പത്തിലുള്ള 2 സബോള, പിന്നെ ഒരു സബോളയുടെ പകുതി, അപ്പോൾ 2.5 സബോളയാണ് നമ്മൾ ഇത് അരിഞ്ഞു വെച്ചേക്കണേ. 2 വലിയ തക്കാളി, നല്ലൊരു പിടുത്തം ഒരു വേപ്പില, അതിലൊരു 8-10 ഉണ്ട്. പിന്നെ ഒരു 6 വെളുത്തുള്ളി, ഇത് മുറിച്ച വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ അത് 6 ചുള. പിന്നെ ശരിക്കും ഒരു നല്ലൊരു കഷ്ണം ഇഞ്ചി, കാണാമല്ലേ ഇഞ്ചി. പിന്നെ 10-12 പച്ചമുളക്. ഇത് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്, ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് പുളിക്കനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 8-10 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുരുമുളകാണ്. കുരുമുളക് നമ്മൾ ഈ കയ്യിനൊരു ശരിക്കൊരു പിടുത്തം ഒരു വേണ്ട ഇതുപോലെ കുരുമുളക് ഇത് ചേർത്ത് അരയ്ക്കണം. പിന്നെ 1/2 കിലോ ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഞ്ച്. ഇത് ഫ്രോസനാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടുക. ഇത് ആദ്യം നമ്മൾ മഞ്ഞപ്പൊടിയും മുളകും ഇച്ചിരി മുളകും ഉപ്പും കൂടി നമ്മൾ തിരുമ്മി വയ്ക്കണം. അപ്പോൾ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിന് ഒരു പകുതി വേവിൽ നമ്മളൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ചെമ്മീൻ റോസ്റ്റ് വയ്ക്കാൻ. വേപ്പില റോസ്റ്റ്, ചെമ്മീൻ വേപ്പില റോസ്റ്റ് കേട്ടോ. ഓക്കെ, മുളകും പൊടി അല്പം ഒരു 1/2 സ്പൂണ്, 1/4 സ്പൂണ് മുളകും പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് അല്പം ഉപ്പും ചേർത്തിട്ട് നമ്മളവനെ മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരയ്ക്കാൻ പോകണം. മറക്കണ്ട കേട്ടോ, വേപ്പില അരച്ചിട്ടാണ്, അതാണ് വേപ്പില റോസ്റ്റ് എന്ന് പറയുന്നത്. നല്ലതാണ് വേപ്പില നമ്മൾ അരച്ച് കഴിക്കുന്നത്, നല്ലതാണ്. ഇനി ഇതിൽ നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ്, 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മതി മുളകും പൊടി. ഇനി ഇത് ചേർത്ത് അരയ്ക്കണം. അപ്പോൾ നമ്മൾ അരപ്പ് കഴിഞ്ഞു, അരച്ച് കഴിഞ്ഞു. അതിൻ്റെ പച്ച കളർ കണ്ട, ഇത് ചുവന്ന മുളകല്ല, ഇതിൽ കൂടുതൽ കുരുമുളകും നമ്മൾ വേപ്പിലയും പച്ചമുളകുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ വേപ്പില കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വേപ്പില റോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വേണ്ട അരച്ച് നല്ല അരപ്പ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇവനെ ഇനി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 1/2 വേവിൽ നമുക്ക് എടുക്കാം. നമ്മൾ എണ്ണ ചൂടായിട്ട് നോക്കാൻ 2 വേപ്പിൻ്റെ ഇല ഇട്ടുമായിരിക്കും, അപ്പോൾ നല്ല മണവും ഇതൊക്കെ കിട്ടും. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും മതി കണ്ടോ, ഈ ഒരു പാകം കണ്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമ്മൾ അതിനെ കോരിയെടുക്കുക. അപ്പോൾ തീ ഓഫ് ചെയ്യും, കോരി. അതിൻ്റെ പാകം കണ്ടോ, ഈ ഒരു പാകത്തിൽ വേണം നമ്മളത് കോരിയെടുക്കാൻ, അല്ലെങ്കിൽ റബ്ബർ പോലെ എണ്ണ തന്നെ യൂസ് ചെയ്യണത് നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് എണ്ണ വേസ്റ്റല്ലേ. അപ്പോൾ അപ്പം തന്നെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ എണ്ണയ്ക്ക് കുഴപ്പമില്ല. ഒരു 4
സ്പൂൺ ഇങ്ങനത്തെ സ്പൂൺ കൊണ്ട് 4-5 സ്പൂൺ നമുക്ക് ഉള്ളി നല്ലോണം വഴറ്റണം. എണ്ണ മൂത്ത് കഴിഞ്ഞാൽ നമുക്കൊരു 4 മണി കടുക് ഒരല്പം വേണ്ട ഇത്രയും വേണ്ട കടുക് നമ്മുടെ കഴിക്കുക. പിന്നെ നല്ലോണം അതിന് ശേഷം നമ്മുടെ സവോള സവോള വാടാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള അല്പം കുറച്ച് ഉപ്പ് ഇപ്പം കുറച്ചിട്ടാൽ മതി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലായി കഴിഞ്ഞതിൻ്റെ സ്വാദ്. നമ്മുടെ സവോള ഉണ്ടോ നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാം. അത് വേണ്ട നല്ല വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി അത് കഴിഞ്ഞ് നമ്മുടെ അരപ്പ് കൂടി അതിലേക്ക് ചേർക്കാം. നേരത്തെ ഞാൻ കാണിച്ച അരപ്പില്ലേ, അപ്പോൾ അരപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് വരെ ഈ അരപ്പാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അരപ്പിൻ്റെ കൂട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഒരുവിധം അളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി ഗ്രേവി കൂടുതൽ വേണം, എന്തെങ്കിലും അപ്പവും ഇതൊക്കെ കഴിക്കാനും ഇതിനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന് ഗ്രേവിക്ക് വേണ്ടി ഞാൻ ഇച്ചിരി കൂടുതൽ അരിഞ്ഞാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ നേർപ്പകുതി നിങ്ങൾ അരിഞ്ഞാൽ മതി. അപ്പോൾ അടിപൊളിയാവും. കണ്ട ഒരു പച്ച കളർ കണ്ടോ? ഇനി നമുക്കത് മൂടി വയ്ക്കാം. മൂടി വെച്ച് ചെറിയ തീയിലിരുന്നിട്ട് അത് എല്ലാം മിക്സ് ആവണം. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ തീ കുറച്ച് വയ്ക്കാൻ പോവാം. നമ്മുടെ തിള വന്നിട്ടുണ്ടോ നോക്കാം. തിള വന്നിട്ടുണ്ട്. നല്ല ഗ്രേവി. ഇത് കണ്ടോ, ഇതിങ്ങനെ ഈ തക്കാളി പീസൊക്കെ ഇങ്ങനെ കിടക്കണം. ഈ സവോളയും ഒത്തിരി അലുത്ത് പോകാൻ പാടില്ല. കണ്ടോ ഇങ്ങനെ കണ്ടോ ഈ രൂപത്തിൽ കിടക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കുടപ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇങ്ങനെ ഞങ്ങളുടെ അതിലേക്ക് ഒഴിക്കാം. ഒന്ന് തിളയ്ക്കാൻ ഇച്ചിരി തീ കൂട്ടി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ഹാഫ് റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മുടെ മെയിൻ സാധനം ചെമ്മീൻ അതിലേക്ക് ആഡ് ചെയ്യും. മിക്സ് ചെയ്ത് ഞാൻ ചെറിയ തീയിലവിടെ വയ്ക്കാം. പിന്നെ ചെയ്യാത്തൊരു സാധനം ലാസ്റ്റ് നമ്മൾ ഉപ്പ് ഒരൽപ്പം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അടച്ചു വെക്കാം. പുളിയൊന്ന് ഇതാവട്ടെ. അപ്പം നമ്മുടെ കറി ആയോ എന്ന് നോക്കട്ടോ. ഈ സൂപ്പറായി കണ്ട അടിപൊളി. അതിന് ഉപ്പും പുളിയൊക്കെ ശരിയായോ നോക്കാം. അടിപൊളി സൂപ്പറായിട്ട്. കുരുമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച്, ഞാൻ ഇച്ചിരി എരിവ് കൂടുതൽ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കാം കുരുമുളക് കേട്ടോ. കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കുറയ്ക്കാം. ഞാൻ എൻ്റെ ഒരു അളവ് പറഞ്ഞു എന്ന് മാത്രം നിങ്ങൾക്ക് ഇതാക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് 2 വേപ്പിൻ്റെ ഇലയും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അല്ല ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇച്ചിരി എടുക്കുക. അല്ല സൂപ്പർ, ഇതുപോലെ ഇരിക്കണം. എന്നിട്ട് ഇത് അപ്പത്തിനോ ചോറിനോ ഏത് കറിക്ക് എന്തിനു വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ കൊഞ്ച് വേപ്പില അരച്ച് വെച്ചത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? ചെയ്യില്ലേ? ചെയ്ത് നമ്മളെ സഹായിക്കുക. ഓക്കെ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക,
അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.